വെൽക്കം ടു ഫാറ്റ്നസ് ഫസ്റ്റ്, ഹാപ്പിനെസ് ഈസ് ഹോം മെയ്ഡ്. ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഓവനിൽ ഗ്രില്ല് ചെയ്തെടുത്തിട്ടുള്ള ചിക്കൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഈസിയാണ്, ഹെൽത്തിയാണ്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കിയാലോ. ഓവനിൽ ഗ്രില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ചിക്കൻ്റെ പീസസ് അത്യാവശ്യം വലുപ്പത്തിൽ തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഫസ്റ്റ് തന്നെ നമുക്ക് മസാല പുരട്ടിയെടുക്കണം. അപ്പോൾ എത്ര പീസസ് ആണോ നിങ്ങൾക്ക് ആവശ്യം അതിനനുസരിച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അതിൻ്റെ മുകളിലായിട്ട് ഓരോരോ പീസിൻ്റെയും മുകളിലായിട്ട് ഞാൻ കത്തി വെച്ചിട്ട് വരഞ്ഞു കൊടുത്തിട്ടുണ്ട്, മസാല പെട്ടെന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിനാവശ്യമായിട്ടുള്ള മസാലകൾ എന്താണെന്ന് നോക്കാം. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 4 ടീസ്പൂൺ കശ്മീരി മുളക് പൊടിയാണ്. കശ്മീരി മുളക് പൊടിയും കുറച്ച് എരിവുള്ള മുളക് പൊടിയും കൂടി ഞാൻ ചേർത്തിട്ടാണ് മിക്സ് ചെയ്തിട്ടാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അതൊരു 4 ടീസ്പൂൺ അങ്ങനെ ഇട്ട് കൊടുക്കാം. ഒരു 3/4 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 3/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ്. അത് നമുക്ക് വീട്ടിലുണ്ടാക്കിയതായാലും കുഴപ്പമില്ല, പുറത്തുനിന്ന് വാങ്ങിച്ചതായാലും കുഴപ്പമില്ല. അതിൻ്റെ പേസ്റ്റ് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു ടീസ്പൂൺ തൈര് കൂടെ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടി ഇട്ടിട്ടാണ് ഞാൻ മിക്സ് ചെയ്തെടുക്കുന്നത്. നേരത്തെ മസാലപ്പൊടികളൊക്കെ ഇടുന്ന സമയത്ത് ഇട്ടാലും മതി, ഇത് എന്നോട് വിട്ടുപോയതാണ്. അപ്പോൾ ഇതിലേക്ക് അതുകൂടെ ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നല്ലവണ്ണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. മസാലകളൊക്കെ ചിക്കനിൽ നല്ലവണ്ണം പിടിക്കത്തക്ക വിധത്തിൽ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ മസാലയൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു 3-4 മണിക്കൂർ ഫ്രിഡ്ജിലേക്ക് മാറ്റണം. അല്ലെങ്കിൽ തലേ ദിവസം മസാല പുരട്ടി വെച്ചിട്ട് പിറ്റേ ദിവസം എടുത്ത് ഗ്രില്ല് ചെയ്താലും നല്ലവണ്ണം മസാല പിടിച്ച് കിട്ടും. അപ്പോൾ നമുക്ക് ഫ്രിഡ്ജിലേക്ക് കയറ്റാം. ഇപ്പോൾ ഒരു 3-4 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. മസാലയൊക്കെ നല്ലവണ്ണം സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഓവനിൽ ഗ്രില്ല് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാലോ. അതിന് വേണ്ടിയിട്ട് ഓവൻ ഒന്ന് ആദ്യം തന്നെ പ്രീ ഹീറ്റ് ചെയ്തെടുക്കാം. 10 മിനിറ്റ് നേരം 250 ഡിഗ്രിയിലാണ് പ്രീ ഹീറ്റ് ചെയ്തെടുക്കുന്നത്. ഈ പ്രീ ഹീറ്റ് ചെയ്തെടുക്കുന്ന സമയത്ത് നമുക്ക് ചിക്കന് ഗ്രില്ലിലേക്ക് വെച്ച് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ആ ഗ്രില്ലിൽ വെക്കുന്ന സമയത്ത് നമുക്ക് താഴത്തേക്ക് മസാലയുടെ ഇതൊക്കെ ഉറ്റി താഴോട്ടേക്ക് വീഴാനുള്ള ചാൻസ് ഉണ്ട്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു ട്രേയിൽ ഫോയിൽ വിരിച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഗ്രില്ല് വെച്ച് അതിൻ്റെ മുകളിൽ ആദ്യം ഓയിലൊന്ന് തടവി കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒലിവ് ഓയിലാണ് തടവി കൊടുക്കുന്നത്. ഗ്രില്ലിൽ ആദ്യം ഒന്ന് തടവി കൊടുക്കാം. ശേഷം ഓരോരോ ചിക്കൻ്റെ പീസസ് നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് ഗ്രില്ലിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കാം. എല്ലാ പീസസും ഞാൻ ഇതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി വീണ്ടും നമുക്ക് ഒലിവ് ഓയിൽ ചിക്കൻ്റെ എല്ലാ പീസസിൻ്റെയും മുകളിലേക്ക് ഒന്നുകൂടെ തടവി കൊടുക്കണം. ബ്രഷ് വെച്ചിട്ട് ഒലിവ് ഓയിൽ മുക്കിയിട്ട് നമുക്കിതിൻ്റെ ചിക്കനിലൊക്കെ ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഗ്രില്ല് ചെയ്യുന്നതോടൊപ്പം ഇതിൻ്റെ മുകളിലായിട്ട് ഒരു തക്കാളി കട്ട് ചെയ്തതും പിന്നെ ഒരു ഉള്ളി കട്ട് ചെയ്തതും ഇതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. അത് ഇഷ്ടമില്ലെങ്കിൽ ചെയ്യണ്ട. അപ്പോൾ നമ്മുടെ ഓവന് 10 മിനിറ്റ് പ്രീ ഹീറ്റഡ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്രില്ല് ചെയ്യാനുള്ള ചിക്കൻ ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കാം. ഫസ്റ്റ് തന്നെ നമ്മൾ ട്രേ വെച്ച് കൊടുക്കണം. നമ്മൾ ഫോയിൽ വിരിച്ചിട്ടുള്ള ട്രേ ആദ്യം വെച്ച് കൊടുക്കുക. ശേഷം അതിൻ്റെ മുകളിലത്തെ ഒരു കള്ളിയിലാണ് നമുക്ക് ഈ ഗ്രില്ല് വെച്ച് കൊടുക്കേണ്ടത്. എങ്കിൽ മാത്രമേ ആ ചിക്കൻ്റെ മസാല അഥവാ നമുക്ക് താഴോട്ടേക്ക് ഉറ്റി വീഴുന്നുണ്ടെങ്കിൽ നമുക്ക് ഗ്രില്ലിൽ ഫോയിലിലേക്കാണ് വീഴുന്നത്. അപ്പോൾ ക്ലീൻ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല. അതിന് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. ഗ്രില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ ഒരു 40 മിനിറ്റാണ് 250 ഡിഗ്രി തന്നെ 40 മിനിറ്റാണ് ടൈം സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇതിൽ നമുക്ക് കാണാൻ പറ്റും കുറച്ച് ടൈം കഴിയുമ്പോൾ ഒരു 10-15 മിനിറ്റൊക്കെ കഴിയുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കാണാൻ കഴിയും. ഒരു കുറച്ച് 3/4 ഭാഗത്തോളം
വേവായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ ടൈമിൽ തന്നെ ഒന്ന് മറിച്ചിട്ടും കൊടുക്കണം ചിക്കൻ. അപ്പോൾ ആദ്യം ഒന്ന് ഒരു 10-20 മിനിറ്റോളം കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു 25 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാനിതൊന്ന് മറിച്ചിട്ട് കൊടുക്കട്ടെ. ഇപ്പോൾ ഒരു 1/4 ഭാഗത്തോളം നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഇതൊന്ന് കുക്കായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ട് ബാക്കി ടൈമും കൂടി വേവിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ, ഗ്രിൽഡ് ചിക്കൻ, ഓവനിൽ ഗ്രില്ല് ചെയ്തിട്ടുള്ള ചിക്കൻ റെഡിയായി കഴിഞ്ഞു. ആ ഒരു ടൈം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ഓവനിൽ ഗ്രില്ല് ചെയ്തെടുത്തിട്ടുള്ള ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നല്ല ടേസ്റ്റാണ്, ഈസിയാണ്. പെട്ടെന്ന് തന്നെ നമുക്ക് മസാലയൊക്കെ ചിക്കനിൽ പുരട്ടി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഗ്രില്ല് ചെയ്തെടുക്കാൻ പെട്ടെന്ന് തന്നെ കഴിയും. അതുകൊണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. കൂടാതെ ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ ഇതിനോടൊപ്പം തന്നെ നമുക്ക് കഴിക്കാൻ പറ്റിയ ഒരു ചട്നി കൂടെ ഞാൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കൊക്കെ ഇഷ്ടമാണെങ്കിൽ കമൻറ്റ് ചെയ്യൂ. അടുത്ത വീഡിയോ ഞാൻ ചട്നിയുടെ വീഡിയോ റെസിപ്പിയുമായിട്ട് വരാം. അപ്പോൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യൂ. ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. കൂടെ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. അടുത്ത വീഡിയോസുമായി വീണ്ടും കാണുന്നത് വരെ ബൈ ബൈ.